ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ കാറിൽ ഇത്തിരി ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ ഇത്തിരി മണലൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ഇതുപോലത്തെ പണികളൊക്കെ ഇനി ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എത്ര പേർക്ക് ഈ ഇൻഫർമേഷനൊക്കെ എത്ര പേർക്ക് ഉപകാരമാവുമെന്നറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാനും കിട്ടാനും വേണ്ടിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവറിൻ്റെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെയും ഇതിൻ്റെയൊക്കെ അടുത്ത് നോക്കുമ്പോൾ നിറച്ച് മണൽ കണ്ടു. ഞാൻ കുറച്ച് മണലും മണ്ണൊക്കെ കിടക്കുന്ന കണ്ടു. ഞാനപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സൈഡിൽ നമ്മുടെ ഈ കവറൊക്കെ പതുക്കെ ഞാനിങ്ങനെ പൊക്കി. അപ്പോൾ അങ്ങനെ പൊക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് രസം. ആക്ച്വലി ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഫുള്ള് മണലാണ് ഗൈസ്. മൊത്തം നിറച്ച് മണലാണ് ഇവിടെ കിടക്കണത്. അപ്പോൾ മണൽ കിടക്കുകയാണ് നിറച്ച്. അപ്പോൾ ഞാൻ അത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സൈഡ് മൊത്തം ഇങ്ങനെ അഴിച്ച് തുറന്ന് ഇവിടെയൊക്കെ നിറച്ച് മണലായിരുന്നു, മണ്ണും മണലൊക്കെ ആയിരുന്നു. നമ്മുടെ ചെരുപ്പുമ്മേന്നൊക്കെ കയറിയിട്ട് ഈ ആക്ച്വലി ഇത് പോയിട്ടുണ്ട്, കുറച്ച് പഴക്കമുണ്ട് വണ്ടിക്ക്. സോ അങ്ങനെ ഞാൻ നമ്മുടെ ചെരുപ്പുമ്മേന്നും ഇതിനൊക്കെ വരുന്ന മണ്ണും കാര്യങ്ങളൊക്കെ കയറി വരുന്നതാണ് ഇവിടെ. അതിൽ നിന്നെടുത്ത സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ്. ഇത് ഓൾറെഡി എൻ്റെ അടിയിൽ ഇട്ടേക്കുന്നതിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനത് നൈസായിട്ട് ഫുള്ള് പുറത്തേക്ക് എടുത്തു. കാരണം ഈ നനവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് പിന്നെ പണിയാണത്. അത് തുരുമ്പ് പിടിക്കാനും ഇതിനൊക്കെയുള്ള ചാൻസ് കൂടി വരും. സോ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. നോക്കി എന്തോരം മണലാന്ന് നോക്കി, ഫുള്ള് മണ്ണൊക്കെയാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഫുള്ള് കിട്ടിയത്. ഇതുണ്ടോ. അപ്പോൾ ഒരുപാട് ഓട്ടമുള്ള വണ്ടി എപ്പോഴും മഴ സമയത്ത് കയറി ഇറങ്ങി ഇതുപോലെ നോർമൽ വണ്ടിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇച്ചിരി പഴയ വണ്ടി ഉണ്ടോ, ഇതൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുക കണ്ടോ, ഫുള്ള് നനഞ്ഞിരിക്കുക കണ്ടോ. ഈ വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാനപ്പോൾ അതൊക്കെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കി പറിച്ചെടുത്തു. ദെൻ ഉണ്ടോ ഈ മണൽ സാധനങ്ങളൊക്കെ തൂർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക, മഴക്കാലമൊക്കെയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ മണൽ, ഇവിടെയൊക്കെ നിറച്ച് മണൽ കിടക്കുന്നുണ്ട്, മണലും മണ്ണൊക്കെ കിടക്കുന്നുണ്ട്. കാരണം ബീച്ചിൽ പോക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. സോ ചെരുപ്പുമേന്ന് ആയിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ആക്ച്വലി ഇത് ഇത്തിരി പഴയതായതുകൊണ്ട് ഇവിടെ പോയിട്ടുണ്ട്. റബ്ബർ ഷീറ്റ് മാറ്റ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിൽ റബ്ബർ മാറ്റ് ഉണ്ടെങ്കിൽ പോലും അതുമേന്നും പതുക്കെ തെറിച്ച് നമ്മളിപ്പോൾ സേഫാണെന്ന് ഞാനും എല്ലാവരും പോലും സേഫാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ റബ്ബർ മാറ്റ് ഉണ്ട്. സോ അതുമേന്ന് വീണ്ടും ഇറങ്ങിയിട്ട് മണൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു സൈഡിലൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ തിരിച്ച് പിടിപ്പിക്കാൻ നോക്കണം. എത്രത്തോളം പറ്റുമെന്നറിയില്ല, എന്തൊക്കെ പാർട്സ് ബാക്കി വരുമെന്നറിയില്ല. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.